എവ്രിവൺ. നമുക്കെല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത ഒരു 2-3 മണിക്കൂർ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറേ സമയം ഇരുന്ന് പഠിക്കണം എന്നായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഒന്നെങ്കിൽ നമ്മൾ ഫോൺ നോക്കും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും പോകും. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ ഒരു ടെക്നീക്ക് ഞാൻ പറയാം. ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ഒരു ടെക്നീക്കാണ്. അപ്പോൾ ഫോക്കസ് കിട്ടാത്തവർക്കും അല്ലെങ്കിൽ തുടക്കക്കാർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് ഫോൺ എടുക്കാൻ പോവാതെയോ അങ്ങനെ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പഠിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. നമ്മളെ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഉള്ളതുപോലെ തന്നെ തോന്നിപ്പിക്കലാണ് വീഡിയോ എടുത്ത് വയ്ക്കൽ. നമ്മൾ പഠിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ വീഡിയോ ഓണാക്കി ടേബിളിൽ നമ്മുടെ ബുക്ക് കിട്ടുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും പോവാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ടെക്നീക്കാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച വീഡിയോ നമ്മൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പഠിക്കാതിരിക്കുന്നതും എങ്ങോടെങ്കിലും എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒന്നുകൂടി ഈ ടെക്നീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകൂടി വീഡിയോ ഓൺ ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറയും. നമ്മൾ വേറെ ഒന്നിനും പോവാതെ പഠിക്കാൻ വേണ്ടി തന്നെ ഇരിക്കും. അങ്ങനെ ഈ വീഡിയോ എടുത്ത് നോക്കുന്നത് ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ടുള്ള ഒരു വഴിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ടൈമർ സെറ്റ് ചെയ്യുക. നമ്മുടെ വാച്ചിലോ അല്ലെങ്കിൽ ഈ ടൈമർ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ആയിക്കോട്ടെ, ഈ ടൈമർ ഓണാക്കി വച്ചിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ ടൈമർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും പഠിക്കണം എന്നൊരു തോന്നൽ വരും. ഇത് രണ്ടും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള 2 ടെക്നീക്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാരായാലും ഫോക്കസ് കിട്ടാത്തവരായാലും ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തവർക്കായാലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ പഠിച്ച് കളയാം എന്ന് വിചാരിക്കരുത്. ആദ്യം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം ട്രൈ ചെയ്യുക. 10 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ അത് 10 എന്നുള്ളത് 15 ആക്കുക, 20 ആക്കുക, 25 ആക്കുക, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.